വേറൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ ഗ്രാഫിക്സ് ഉണ്ടാവും, കുറച്ചുകൂടെയൊക്കെ കളർ ഓപ്ഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് ആ സൈറ്റ് കൊടുത്തേക്കുന്നത്. ഞാൻ ബജാജിൻ്റെ പേജിലാണ്, അതായത് ബജാജിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞ അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് NS200 ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അപ്സൈഡ് ഡൗൺ എന്നൊരു തലതിരിച്ചൊക്കെ എഴുതിയിരിക്കണം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. NS200ൻ്റെ USD ഫോക്സ് വെച്ചിട്ടുള്ള ഒരു മോഡൽ NS200-നും NS160-യും നമ്മുടെ ഇന്ത്യയിൽ ഈ മാസം തന്നെ ലോഞ്ച് ആവും എന്നുള്ള ന്യൂസാണ് എല്ലാവരും കൺഫേംഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്, അതായത് 2023 ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ വണ്ടിയിൽ 33mm USD ഫോക്സ് ഉണ്ടാവും. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഈ ഒരു മീറ്ററിൽ കൂടെ തന്നെ ഈ ഒരു ഡിജിറ്റലിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് അവർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നിനെ പറ്റിയല്ല, ഡെയിലി വ്ളോഗോ എങ്ങനെയാണോ നിങ്ങൾക്ക് കാണാം. ഒരുപാട് സന്തോഷത്തിൻ്റെ ഒരു പുറത്താണ്, ഒരു ന്യൂസ് കേട്ടതിന് ശേഷം ഒരുപാട് സന്തോഷത്തിൻ്റെ പുറത്ത് അതൊരു വീഡിയോ ആക്കിയാലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മുടെ വണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കുവാണ്. നമ്മുടെ NS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ റഷ് ലൈൻ സിഗ്വീൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓൺലൈനായിട്ടുള്ള കുറച്ച് സൈറ്റുകളുണ്ട്. അതായത് പുതിയ വണ്ടികൾ, പുതിയ മോഡൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ആവുന്നതും കുറച്ച് ഫോട്ടോസ് റെൻഡർ ഇമേജസ് ഒക്കെ വരുന്ന കുറച്ച് സൈറ്റുകളാണ് സിഗ്വീൽസ്, ഓട്ടോ ബാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് റഷ് ലൈൻ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാവുന്ന സൈറ്റായിരിക്കും. അപ്പോൾ ആ ഒരു സൈറ്റിലും നമ്മുടെ ബജാജിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലേക്കായിട്ട് NS200 ഒരു ചെറിയൊരു പടം കൊടുത്തിട്ട്, NS200 ഏത് കളറാണെന്നൊന്നും അറിയാൻ വയ്യ, അപ്സൈഡ് ഡൗൺ എന്നും പറഞ്ഞിട്ട് നമ്മുടെ NS200 ഒരു ഡാർക്ക് സൈഡിൽ നിൽക്കുന്നൊരു ഫോട്ടോ. സംഭവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംഭവം USD ഫോക്സ് വരുന്നുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഓൾറെഡി ബ്രസീലിൽ ഒരു USD ഫോക്സ് വെച്ചിട്ട് നമ്മുടെ NS100-ഉം NS160-യും ഡോമിനർ 200 എന്ന് പറഞ്ഞ പേരിൽ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ മാസമാണ് അവർ ബ്രസീലിൽ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് USD ഫോക്സ് കമ്പനി വക തന്നെ വരുന്നത് ആ ഒരു ബ്രസീൽ എന്ന് പറയുന്ന ആ ഒരു ആയുധമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും സന്തോഷകരമായ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വണ്ടി ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രസീൽ ലോഞ്ച് ആയ സമയത്ത് ഇത് ഒരിക്കലും ഇന്ത്യയിൽ വരത്തില്ല, കാരണം ബ്രസീലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ മാത്രമേ ഇങ്ങനെ USD ഫോക്സ് NS-ന് ഇങ്ങനത്തെ ഉള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരൂ എന്നുള്ള ആ ഒരു തോട്ടലാണ് ഇരുന്നത്. ഒരിക്കലും ഇന്ത്യയിലേക്ക് വരില്ല. വന്നാൽ തന്നെ ഇവിടുത്തെ ടാക്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർ കൂടുതൽ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് കൊടുക്കാത്തത്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ സൈറ്റുകളിൽ അത് കൺഫേംഡ് ആയിട്ടുണ്ട്. NS200 USD ഫോക്സ് വെച്ചിട്ടുള്ള മോഡൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ്. എന്ന് വെച്ചാൽ ആസ് എ NS200 ഓണർ വണ്ടിയിൽ കാണണം, വണ്ടിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റാണ് നമ്മുടെ USD ഫോക്സ് എന്ന് പറയുന്നത്. കാരണം അറിയാമല്ലോ, ഇപ്പോൾ ഇറങ്ങുന്ന ഒരു 150cc തൊട്ട് തന്നെ USD ഫോക്സ് എന്ന് പറയുന്ന ആ ഒരു സസ്പെൻഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലുക്ക് കൊണ്ടായാലും വർക്ക് കൊണ്ടായാലും USD ഫോക്സ് ഒരു 150cc തൊട്ട് തന്നെ നമുക്കിപ്പോൾ എല്ലാ ബൈക്കിലും കിട്ടുന്നുണ്ട്. ബജാജിൻ്റെ പേജിലാണ്, അതായത് ബജാജിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞ അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് NS200 ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അപ്സൈഡ് ഡൗൺ എന്നൊരു തലതിരിച്ചൊക്കെ എഴുതിയിരിക്കണം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് NS200-ൻ്റെ USD ഫോക്സ് വെച്ചിട്ടുള്ള ഒരു മോഡൽ NS200-നും NS160-യും നമ്മുടെ ഇന്ത്യയിൽ ഈ മാസം തന്നെ ലോഞ്ച് ആവും എന്നുള്ള ന്യൂസാണ് എല്ലാവരും കൺഫേംഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബജാജ് ഫാൻസ് അല്ലെങ്കിൽ NS200 ഫാൻസിനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നൊരു ന്യൂസായിരിക്കും. കാരണം ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡോമിനർ 400 USD ഫോക്സും ഇപ്പോൾ KTM-ൻ്റെ USD ഫോക്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്ത് തന്നെ നമ്മൾ NS200-ൽ വെക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഒരു കമ്പനി ആയിട്ട് തന്നെ ആ ഒരു അപ്ഡേഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടുക്കാൻ പോവുകയാണ് എന്നറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞിടാം. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ആസ് എ NS200 ഓണർ ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ജൂലൈ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 വർഷം ആവാറാവും കേട്ടോ. അപ്പോൾ വണ്ടി ഇറങ്ങി എന്നാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. 2012-ലാണ് നമ്മുടെ NS200 ലോഞ്ച് ആവുന്നത്. അപ്പോൾ NS200 ലോഞ്ച് ആയിട്ട് നമ്മുടെ ഈ 2023 ഇതിന് കാര്യമായിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കമ്പനി കൊടുത്തിട്ടില്ല. ഇപ്പോൾ USD ഫോക്സ് പോലത്തെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ്സോ അങ്ങനെയുള്ള കാര്യമായിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും, ഇതിന് ഒരു മേജറായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അവർ ഗ്രാഫിക്സ് ഒക്കെ മാറ്റിയായിരുന്നു. പിന്നെ വണ്ടി കാർബറേറ്റർ മാറി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരുന്നു. പിന്നെ ഒരു സിംഗിൾ ചാനൽ ABS വന്നായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ, അതായത് 2023 ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ വണ്ടിയിൽ 33mm USD ഫോക്സ് ഉണ്ടാവും. 33mm എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോമിനർ 250-ൽ കണ്ട ആ ഒരു സെയിം USD ഫോക്സ് ആയിരിക്കും നമ്മുടെ NS200-ൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിലും ABS ഉണ്ട്, ബാക്കിലും ABS ഉണ്ട്. ഇപ്പോൾ കറൻ്റ് ഉള്ള NS-ൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ABS ഉള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മോഡലിൽ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, 33mm USD ഫോക്സ് വരുന്നുണ്ട്. പിന്നെ മീറ്ററിൽ ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. ഈ ഒരു ഡിസൈനിലൊന്നും മാറ്റമൊന്നുമില്ല.
പക്ഷേ ഈ ഒരു മീറ്ററിൽ കൂടെ തന്നെ ഈ ഒരു ഡിജിറ്റലിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് അവർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഒക്കെ കാണാൻ പറ്റും. സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം. കാരണം ഒരു NS200 ഓണർ എന്ന നിലയ്ക്ക് വണ്ടിക്ക് ഒരുപാട് അപ്ഡേറ്റ് ഇനിയെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സമയമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നൊരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടെ ലുക്കായിരുന്നു. കാരണം ഇപ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടി 2012 തൊട്ട് 23 വരെ നമുക്ക് മുമ്പിലുള്ളത്. USD ഫോക്സ് കൊണ്ട് മെയിൻ USD ഫോക്സിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോർണറിങ് സ്റ്റെബിലിറ്റി പിന്നെ ബ്രേക്കിംഗ് കുറച്ചുകൂടെയൊക്കെ നല്ല എഫിഷ്യൻസി കിട്ടും. കോർണർ ചെയ്യുന്ന സമയത്തായാലും വണ്ടി കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിരിക്കും USD ഫോക്സ് എന്ന് പറയുന്നത്. പിന്നെ അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടെലിസ്കോപ്പിക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ആവും. മറിച്ച് USD ഫോക്സ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സസ്പെൻഷൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ ഇങ്ങനെ ഡൗൺ ആവും. ഇവിടം തൊട്ട് ആ ടോപ്പ് പോർഷൻ തൊട്ട് ഇവിടം വരെ വണ്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതാണ് USD ഫോക്സിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ ഗ്രാഫിക്സ് ഉണ്ടാവും, കുറച്ചുകൂടെയൊക്കെ കളർ ഓപ്ഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് ആ സൈറ്റ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മുടെ ഡോമിനെ നേരത്തെ പറഞ്ഞില്ല USD ഫോക്സ് ചെയ്യാറുണ്ട്. ആ ഒരു ലുക്കും കാര്യങ്ങളും എന്താണെന്ന് ഇപ്പോൾ NSൽ USD വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ലുക്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കമ്പനി വക തന്നെ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. നമ്മളെ വണ്ടിയിൽ ഇനിയിപ്പോൾ USD ഫോക്സ് ചെയ്യാനുള്ളൂ, ബാക്കി അത്യാവശ്യം എല്ലാ മോഡിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഹെഡ്ലൈറ്റിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ഹെഡ്ലൈറ്റിനും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് കൊടുത്തിരുന്നത് ഭയങ്കര നൈസായിരുന്നു. കാരണം ഹാലജനാണ് നമുക്ക് സ്റ്റോക്കായിട്ട് വരുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റണം കേട്ടോ. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര യൂണീക്കാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കാണാനായിട്ട്. കാരണം ഭയങ്കര ഷാർപ്പ് ലുക്കാണ് കേട്ടോ ആശാന ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ഹെഡ്ലൈറ്റിലേക്ക് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഷേപ്പ് ഒന്നും മാറ്റണ്ട, അതിൻ്റെ അകത്ത് ചെറിയൊരു LED എന്തെങ്കിലും കൊടുത്തിരുന്നത് കുറച്ച് നൈസായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ഡോമിനൻ്റെ ഹെഡ്ലൈറ്റ് കയറ്റിയിട്ടുള്ള ആ ഒരു വിഷമമില്ല. പക്ഷേ USD ഫോക്സും ഡ്യുവൽ ചാനൽ ABSും കളർ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. ഒരു NS200 ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരുപാട് NS200 റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്പനിയായിട്ട് തന്നെ ഈ ഒരു മോഡിഫിക്കേഷനൊക്കെ വണ്ടിയിൽ വരുത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ വണ്ടിയിൽ വരുത്തിയിരുന്ന ഈ വണ്ടി ഭയങ്കര ലുക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ബജാജിന് മനസ്സിലായി ഇങ്ങനത്തെ ഉള്ള അപ്ഡേറ്റ് ഒക്കെ കൊടുത്താലേ ഇനിയിപ്പോൾ കുറച്ചുകൂടെയൊക്കെ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ചിലപ്പോൾ ബജാജിന് മനസ്സിലായി കാണും. അല്ലെങ്കിൽ അവർ കാണുന്നുണ്ടാവും മറ്റുള്ള ബ്രാൻഡ് എങ്ങനെയാണ് ഇപ്പോൾ വണ്ടികൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MT-15 തൊട്ട് 150cc സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ യമഹ KTM ഒക്കെ ആയാലും എല്ലായിടത്തും നോക്കിയാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ TVSൽ മാത്രമാണ് USD ഫോക്സ് വരാനുള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ RTRലാണ് ഇനിയിപ്പോൾ RTRൽ എന്തായാലും ഉണ്ടാവും. കാരണം അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫീച്ചർ വൈസ് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 200cc സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും RTR എന്ന് പറഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ് പാക്കേജാണ് കേട്ടോ. അമ്മാതിരി ഫീച്ചേഴ്സാണ് RTRനുള്ളത്. അപ്പോൾ അതിലെന്തായാലും അവരിനിപ്പോൾ USD ഫോക്സ് കൊടുക്കാതിരിക്കത്തില്ല. അടുത്തൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും USD ഫോക്സ് വരും. അപ്പോൾ ബജാജിന് മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോൾ അങ്ങനത്തെ ഉള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റൂ എന്നുള്ള ആ ഒരു സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന പെട്ടെന്ന് ഇത് കിട്ടിയ പോലത്തെ ഒരു സന്തോഷം. കാരണം നമ്മുടെ ഒരു NS എന്നൊക്കെ പറയുന്നത് നമ്മുടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. ഞാൻ നമ്മളെ ഓണർഷിപ്പ് റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടും ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. ഇപ്പോൾ 5 വർഷം ആവാറാവും, ജൂലൈ ആകുമ്പോൾ 5 വർഷമാവും. ആശാൻ്റെ കൂടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കൂടുതൽ പറഞ്ഞ് ഓവറാക്കുന്നില്ല, ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ വെയിറ്റിംഗ് മാൻ. എന്തായാലും 33mm USD ഫോക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡോമിനോ 400 USD ഫോക്സ് ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിന് ഏകദേശം 43mm എന്ന് പറയുമ്പോൾ സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒടിവിന് കുറവ് വരുന്നത്. അപ്പോൾ ഡോമിനോ 250ൽ വരുന്ന പോലത്തെ 33mm USD ഫോക്സ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒടിവിൽ കുറച്ചുകൂടെ ഒടിഞ്ഞ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അത് മാത്രമല്ല ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയിൽ ആ ഒരു സെയിം, അതായത് 33mm USD ഫോക്സ് ഡോമിനോ 250 വരുന്ന USD ഫോക്സ് ഫുൾ സെറ്റ് എൻ്റെ വണ്ടിയിലാക്കാനുള്ള ഒരു പ്ലാനുണ്ട്. എൻ്റെ വണ്ടിയിൽ ഞാൻ ആക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം കമ്പനിയായിട്ട് തന്നെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പണിയൊന്നും എടുക്കണ്ട. ഇപ്പോൾ KTMൻ്റെ ആയാലും ഒരുപാട് പണിയൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഡയറക്റ്റ് ഫിറ്റാണ്. KTMും ബജാജും കൂടെ കൊളാബ് ചെയ്ത് ഇറക്കുന്നുണ്ട്, പാർട്സും കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല ഇപ്പോഴായാലും. പക്ഷേ നമ്മുടെ NSന് വേണ്ടി തന്നെ ഇറക്കുന്നതായതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് നമ്മുടെ പുതിയതിൻ്റെ പോർഷൻ ഇതിലോട്ട് എടുത്തങ്ങ് വെച്ചാൽ മതി, വേറെ ഒരു പണി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ NS200 വിത്ത് ഡ്യുവൽ ചാനൽ ABS USD ഫോക്സ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എത്ര പേര് വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എത്ര പേര് ഇന്ത്യയിൽ അത് ലോഞ്ച് ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. കുറേ പേര് ഇപ്പോൾ ഒന്ന് കമൻറ്റ് ഇടുമായിരിക്കും, നമ്മൾ ഈ സീനൊക്കെ പണ്ട് കിട്ടതാണ്, കാരണം മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ USD ഫോക്സ് ഒക്കെ വണ്ടിയിൽ വെച്ചതാണ്, ഈ സീനൊക്കെ കഴിഞ്ഞാണെന്നൊക്കെ കമൻറ്റ് ഇടുമായിരിക്കും. ഓക്കെയാണ്, ഞാനും കുറേ വണ്ടി കണ്ടിട്ടുണ്ട്, ഞാനും പ്ലാൻ ചെയ്തതാണ് USD ഫോക്സ് കയറ്റിയാലോ എന്ന്. ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്യും, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്ലാനിങ് ആയിരുന്നു USD കയറ്റിയാലോ ഒന്ന്.
അപ്പോൾ എന്നെപ്പോലെ എത്ര പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഈ മാസം തന്നെ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും എന്നൊക്കെയാണ് ആ സൈറ്റിലൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയിൽ എന്താണ് വേറെ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ബാക്കി ടയർ സൈസൊക്കെ ആയാലും സെയിം ആണ്, ടയർ സൈസ് സെയിം ആണ്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറൊക്കെ നമ്മുടെ ആ ഒരു 3 പീസ് ഹാൻഡിൽ ബാർ തന്നെയാണ് വരുന്നത്. ആ 3 പീസ് ഹാൻഡിൽ ബാറിൽ ഇത് കൂടെ തന്നെയാണ് USD ഫോക്സ് വരുന്നത്. മിറേഴ്സിലൊന്നും വ്യത്യാസമില്ല. അണ്ടർബെല്ലി ആയാലും വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. ടയർ സൈസ് സെയിം, ഹാൻഡിൽ ബാർ സെയിം, മിറേഴ്സ് സെയിം ആണ്, ഹെഡ്ലൈറ്റ് സെയിം ആണ്. ഹെഡ്ലൈറ്റിലൊന്നും അങ്ങനെ അപ്ഡേഷൻ ഉള്ളതായിട്ടൊന്നുമില്ല. നമ്മുടെ മുമ്പ് കണ്ട അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ആ ഒരു സാധാ ഹാലോജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. വേറെ ബോഡിയിലായാലും സൈഡ് കിറ്റോ പാനലിനോ അങ്ങനെ ഷാസിയോ ഫ്രെയിമോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസമില്ല. ആസ് യൂഷ്വൽ നമ്മൾ മുമ്പ് കണ്ട NS200 തന്നെയാണ്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് കുറച്ചുകൂടെ ലുക്കാവും. വണ്ടി ഓൾറെഡി ഞാൻ ഡൈഹാർഡ് ഫാനാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ മുതൽ എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ കട്ട വെയിറ്റിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും